ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് കരുതുന്നവരല്ല നമ്മളാരും. എത്ര തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതലും നമ്മൾ തോറ്റ തെരഞ്ഞെടുപ്പുകളാണ്. പക്ഷേ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഇല്ലാതായില്ല. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഒലിച്ചുപോയതുമില്ല. എത്ര വലിയ പരാജയങ്ങളുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒരു സീറ്റിൽ മാത്രമല്ലേ നമ്മൾ ജയിച്ചത്? ആലത്തൂര് മാത്രം അല്ലേ? തൃശ്ശൂർ ജില്ലയുടെ കൂടി ഭാഗങ്ങൾ ചേർന്ന ആലത്തൂരിൽ മാത്രമാണ് നമ്മൾ ജയിച്ചത്. അപ്പൊ ചിലർ പറഞ്ഞു, ഓ എന്തൊരു കനത്ത പരാജയമാണ്. എന്നാൽ ഇതിനേക്കാൾ കനം കൂടിയ പരാജയത്തെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. 1977 ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സവിശേഷതകളുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ തോൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ കേരളം വ്യത്യസ്തമായി അന്ന് വിധി എഴുതി. 1977 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPIM-ന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 0 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 കിട്ടിയല്ലേ, അന്ന് 0. 77 തെരഞ്ഞെടുപ്പിൽ 0. പക്ഷെ 3 കൊല്ലം തികയുന്നതിന് മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആനയിക്കപ്പെട്ട നേതാവിന്റെ പേര് സഖാവ് EK നായനാർ എന്നായിരുന്നു. അതാണ് ചരിത്രം. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയെ ബാധിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തിനെ ചോർത്തിക്കളഞ്ഞതുമില്ല. പക്ഷേ ഈ നാട് ഇടതുപക്ഷത്തിന്റെ ഓരോ പരാജയത്തിനും കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. ആ ചരിത്രാനുഭവമുള്ള ജനത കേരളത്തിലെ 10 വർഷത്തെ ഭരണത്തിന്റെ സവിശേഷമായ നേട്ടങ്ങളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ജനത മറിച്ച് വിധി എഴുതുമെന്ന് നമ്മളാരും കരുതുന്നതേയില്ല. കാരണം ഏതെങ്കിലും ഒരാൾ ഇനി കേരളത്തിൽ പവർ കെട്ട് തിരികെ വരണമെന്ന് ആഗ്രഹിക്കില്ല. കുട്ടികളുടെ പാഠപുസ്തകം മുടങ്ങണം എന്നാഗ്രഹിക്കില്ല. പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടണം എന്നാഗ്രഹിക്കില്ല. പെൻഷനും ശമ്പളവും മുടങ്ങണമെന്നും ട്രഷറി പൂട്ടിപ്പോകണമെന്നും ആഗ്രഹിക്കില്ല. സമാധാനത്തിന്റെ ഈ അന്തരീക്ഷം വർഗീയ കലാപങ്ങളാൽ കലുഷിതമാകണം എന്നും ആഗ്രഹിക്കില്ല. അതുതന്നെയാണ് LDF വിജയിക്കും എന്ന് ആവർത്തിച്ചുറപ്പിച്ചു പറയാൻ ഓരോ LDF-കാരനെയും കരുത്തുള്ളവനാക്കി മാറ്റുന്നത്. ഈ തിരിച്ചറിവാണ്, ഈ രാഷ്ട്രീയ ബോധമാണ്.